പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കൊണ്ട് പഠിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ഇന്ന് പിൽക്കാലം ശുശ്രൂഷിപ്പാൻ കൃപ തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് വചനം പ്രസംഗിക്കാനിരിക്കുന്നത്. ഒരു അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ അതിൽ ആത്മാവ് പ്രകാശിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്കങ്ങനെ കിട്ടുന്നത്. എല്ലാം പഠിച്ചു എന്ന് വരികയില്ല. ഒരു 2 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ചാപ്റ്റർ മുഴുവൻ പഠിപ്പിക്കുമ്പോൾ. സാധാരണ ഒരു ചാപ്റ്ററാണ് സൺഡേയിൽ ഞങ്ങളെടുത്ത് ധ്യാനിക്കുന്നത്. അതിൽ 100 വിഷയങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വചനങ്ങൾ എടുത്ത് നമ്മൾ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ അത് പഠിക്കുന്നു, ധ്യാനിക്കുന്നു. 2-3 വാക്യം എടുത്താൽ ചിലപ്പോൾ അതിലൊരു വാക്യത്തിലെ വിഷയമായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വിഷയം എടുത്തത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങളാണ്. അതിൽ അവസാനം വന്ന കൊയ്ത്ത് എന്നുള്ള വിഷയമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. കർത്താവ് വരുന്നു, കൊയ്തെടുക്കാൻ വരുന്നു, ഫലമെടുക്കാൻ വരുന്നു. വിതച്ചതിൻ്റെ ഫലം കൊയ്തെടുക്കാൻ കർത്താവ് വരുന്നു. പാണ്ഡികശാലയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടി വരുന്നു. കളകളായി ജീവിക്കാതെ നിറമണികളായി ജീവിക്കണമെന്നുള്ളതാണ് ആ പ്രസംഗത്തിൻ്റെ കണ്ടൻസ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പാസ്റ്ററിനെ ശകാരിച്ചതിന് കണക്കില്ല. ഞാൻ പുള്ളിയോട് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാനിടയായി. പറഞ്ഞിട്ട് തലയിൽ കയറുന്നില്ല. ബുദ്ധി കൊണ്ട് വചനം പ്രസംഗിക്കുക. ബുദ്ധിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുക. അദ്ദേഹം ഒരു പോലീസ് SI ആണെങ്കിൽ ആ SIയുടെ ജോലി ചെയ്യട്ടെ. SI എന്താ സഭയെ പഠിപ്പിക്കുന്നേ? പഠിപ്പിക്കാൻ പറയുമെങ്കിൽ പഠിപ്പിക്കട്ടെ. മറ്റുള്ളവർ പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ശുശ്രൂഷകനായ ആളാണ്, അല്ല റിട്ടയർഡായിട്ട് വന്നതല്ല. സുവിശേഷ വേല നിമിത്തം ഗൾഫ് ജോലി, നല്ല നമ്പർ 1 ജോലി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വന്ന മനുഷ്യനെ. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് തന്നെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ആരുടെയും 5 പൈസ അന്യായമായിട്ട് ഞാൻ വാങ്ങാറില്ല. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അയച്ചു തരുന്നെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും, അവർക്കായിട്ട് പ്രാർത്ഥിക്കും. ഇല്ലെങ്കിലും ഇല്ലാത്തവർക്കും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്തിൽ നിന്നാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗിച്ച് കാശുണ്ടാക്കാനല്ല. പലരും എനിക്ക് അതിനുള്ള ഉപദേശം തന്നു, ഞാനതെല്ലാം റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ ദൈവത്തോട് കണക്ക് കൊടുക്കണം. ഞാൻ നടത്തുന്ന വ്യക്തികൾ സ്വർഗത്ത് ചെന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കണം. നീ നിന്നെ സൂക്ഷിക്കുക, എൻ്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അല്ലെങ്കിൽ നിനക്കുമില്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും ഇല്ല രക്ഷ. നമ്മളെ സൂക്ഷിക്കണം, ഉപദേശത്തെ സൂക്ഷിക്കണം. അപ്പോസ്തലന്മാർ തരുന്ന ദൈവസഭയുടെ ഉപദേശത്തെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, സഭ ശരീരം, സഭ കന്യക അല്ലെങ്കിൽ മണവാട്ടി, സഭ ദൈവത്തിൻ്റെ മന്ദിരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം. ആ മന്ദിരത്തിൻ്റെ പഠിപ്പിക്കൽ ലേഖനങ്ങളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊന്നും ആരും എടുത്ത് പറയാറില്ല. സുവിശേഷം 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 നല്ലതാണെന്നേ. സുവിശേഷം കഴിഞ്ഞാൽ പിന്നെയും പഠനങ്ങളുണ്ടെന്നേ. സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവരുന്നവരെ രക്ഷാപൂർത്തിയിലേക്ക് നടത്താനുള്ള പഠനമുണ്ട്. ആ ഉപദേശം പഠിക്കണം. അത് ദൈവം പരമേൽപ്പിക്കണം. നമ്മൾ കയറി പറയാൻ തുടങ്ങിയാൽ നടക്കില്ലത്. അതാ പലർക്കും പറ്റിയ അബദ്ധം. സംഘടന ആക്കി വെച്ച പാസ്റ്റർമാർ ദൈവം നേരിട്ട് ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്. ഇതെല്ലാം കൂടി കിടന്ന് കളിക്കുക. ഇപ്പോൾ കളിച്ച് ജനം നരകത്തിൽ പോവാണ്. അതാണ് എൻ്റെ സങ്കടം. ഞാൻ അതിനാ കിടന്ന് കരയുന്നത്. മനസ്സിലാക്കണേ ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ. യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചതുപോലെ ഞാൻ വിളിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം. ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാർ, ചതിയന്മാർ എഴുന്നേറ്റിരിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. 1 യോഹന്നാൻ 4:6 വാക്യം ഒന്ന് വായിച്ചേ. 4:6 പടപടേന്ന് വായിച്ചേ. വേദപുസ്തകമൊക്കെ വായിച്ച് തീരുന്നതിന് മുമ്പ്, പറഞ്ഞു തീരുമ്പോൾ വായിക്കുന്ന ഒരു സഹോദരി എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. ഞാനോട് പറയും, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പരിമിതമാണെന്ന് പറയാനിടയായി.
വാക്യം പറഞ്ഞു തീരുന്നതിന് ഒരൊറ്റപ്പെടുത്ത ഒരു വായനയാണ്. അത്ര വേദോസ്തുമായിട്ട് അടുത്ത ബന്ധം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്തവരാരും ദൈവത്തിൽ നിന്നുള്ളവരല്ലെന്ന്, അവരിൽ വഞ്ചനയുടെ ആത്മാവെന്ന്, സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയെ വഞ്ചിക്കുന്ന വഞ്ചകന്മാർ കുമിളുപോലെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. നായ്ക്കളും ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരും ആത്മീയ കോളത്ത് കിടന്ന് വരികയാണ്. സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളുടെ നിത്യത നഷ്ടമാകും. ഞാൻ ആരെയും ശാസിച്ചും തർജ്ജനം ചെയ്തും പറയുകയല്ല. അവർക്ക് നന്നാകാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വചനത്തിലൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ ദൈവസഭയെ ഉപദേശിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. അത് പഠിച്ച് അതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അല്ലാതെ നമുക്ക് മനസ്സിൽ തോന്നുന്നതല്ല. ഞാനങ്ങനെ മനസ്സിൽ തോന്നുന്നൊന്നും പറയാറില്ല. വചനത്തിലൂടെ ഞാൻ പറയാറുള്ളത്. വചനം കൊണ്ടാണ് വചനത്തെ തെളിയിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവിൻ. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ നോക്കുവിൻ. യേശുവിനെ നോക്കുക, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുക, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിക്കുക. പഴയ നിയമം വായിക്കണം, പഠിക്കണം, അത് ബുദ്ധിപദേശമായിട്ട് പ്രസംഗിക്കുക തന്നെ വേണം. എന്നാൽ നമുക്കനുസരിച്ച് നിത്യത പ്രാപിക്കാനുള്ള പ്രമാണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഗലാത്യർ 6:2. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എബ്രായത്തിലേക്ക് വരട്ടെ. അപ്പോൾ യേശുവിനെ നോക്കുവിൻ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. 2-ാം വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവൻ ആകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന കൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായിട്ടുള്ള പുത്രനായിട്ട് തന്നെ. ഈ വചനത്തിൽ നിലനിന്ന് സംസാരിക്കും. ഇവിടെ അല്പസമയം നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ ഇന്നല്ല ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ നിന്ന് ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അവർ ചർച്ചക്കൂടുകാരായിരുന്നു. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുക, വീട്ടിലെ സഭയാണ്. ഞാൻ കർത്താവിൻ്റെ ഒരു പോയാൽ മതി, നമുക്ക് വലിയ ആൾക്കൂട്ടമൊന്നും വേണമെന്നൊന്നുമില്ല. ആൾ കൂടിയ പാമ്പ് ജാഗത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കുറഞ്ഞ ആളാണെങ്കിലും നിത്യതയെ സ്വർഗത്ത് പോയാൽ മതി എന്ന് വെച്ച് പഥ്യോപദേശം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പഠിച്ചു തീർന്നോന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ ആയുസ് മുഴുവൻ പഠിച്ചാലും തീരത്തില്ല. തികഞ്ഞവനായി എന്ന് ചോദിച്ചാൽ ഇല്ല. തികയാൻ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഇന്ന് പലരും തികഞ്ഞവരും പഠിച്ചവരും ഒക്കെയാണ്. അതൊക്കെ വെറും അബദ്ധങ്ങളാണ്, ശുദ്ധാബദ്ധമാണ്. ഒരു പാസ്റ്റർ ഈ വിഷയം എടുത്ത് പ്രസംഗിച്ചു. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് പ്രസംഗിച്ചു. ആ സഹോദരി വന്ന് എന്നോട് പറഞ്ഞതാ, പാസ്റ്ററെ പ്രസംഗിച്ച് യേശുവിനെ ഇട്ടിട്ട് മോശയും കൊണ്ട് പുള്ളി എവിടെ പോയി? ഞാങ്ങണ തൊട്ടിയിൽ പോയി, നൈൽ നദിയിൽ പോയി. മോശ ഇട്ട നദിയുണ്ടല്ലോ, ആ നദിയിൽ പോയി പുള്ളി. ഫറവോന്റെ പുത്രി ഫറവോൻ. അങ്ങനെ അവിടെ നിന്ന് പോയി മോശ കൊട്ടാരത്തിൽ വളർന്നു, ജനത്തെ നടത്തി. യേശുവിനെ വിട്ടിട്ട് മോശയെ കൊണ്ട് പാസ്റ്റർ അങ്ങ് പോയി. ആ പ്രസംഗം തീർത്ത് പുള്ളി കാശും മേടിച്ച് പുട്ടടിച്ച് പുള്ളിയും പോയി. അപ്പം ഞാൻ പറഞ്ഞു, ആ പ്രസംഗം നല്ലതാണെന്ന് തോന്നിയാലും യേശുക്രിസ്തുവിനെ വിട്ടുകളഞ്ഞപ്പോൾ ആ പുള്ളി പ്രസംഗത്തിൻ്റെ ശരിയായ ദിശയിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞവരെ തിരുത്താനിടയായി. ഇവിടെ എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ അതിൻ്റെ 3 തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ മോശയും യേശുവിനെയും തമ്മിച്ചൊരു കമ്പയർ സ്റ്റഡിയാണ് നടത്തുന്നത്. പൗലോസിന് അങ്ങനെ ചില പഠിപ്പിക്കലുണ്ട്. മോശയും ആദാമിനെയും യേശുവിനെയും ചിരി കമ്പയർ സ്റ്റഡി പഠിപ്പിക്കുന്നു 5-ാം അധ്യായത്തിൽ. അതുപോലെ പല ഭാഗങ്ങളിൽ പൗലോസ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്.
ആ പഠനം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ പഠിപ്പിക്കുന്നത് അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ശ്രദ്ധിക്കണേ, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ഈ വെളിവ് കെട്ടവർ വല്ലതൊക്കെ പറഞ്ഞു വെച്ചാൽ അത് ജനം കേട്ടോണ്ട് അങ്ങ് പോകും. അതാ പോയി മോശയുടെ പ്രമാണത്തിന്റെ പുറകെ ഇന്ന് സഭ പോയിക്കൊണ്ടിരിക്കുക. അതാ പ്രവൃത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഗലാത്യ ലേഖനം മുഴുവൻ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഗലാത്യ ലേഖനം എല്ലാം പറയാൻ സമയമില്ല. പൗലോസ് പത്രോസിനെ ശാസിക്കുന്ന ഒരു ഭാഗം, ഗലാത്യർ 2:14. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരോടും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, കേഫാ പത്രോസ്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് എന്ത്? തെറ്റല്ലേ? നീ ജീവിക്കുന്നത് ജാതികളെ പോലെ, എന്നിട്ട് ഈ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ 2:1 വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ, പഠിക്കുന്നവർക്ക് പഠിക്കാൻ. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് ഇത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനല്ലെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ ആരും അവനെ നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരായിരുന്നു. അപ്പോൾ പരിച്ഛേദന ഏൽപ്പിക്കാനായിട്ട് ആരാ നിർബന്ധിച്ചത്? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരെ. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് യേശുക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരോട് പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? വാക്യം 5, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടി നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ആർക്ക്? ന്യായപ്രമാണം പ്രസംഗിക്കാൻ വന്ന നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഇന്ന് ന്യായപ്രമാണം തന്നെയല്ലേ പലയിടത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? സങ്കീർത്തനങ്ങളും ന്യായപ്രമാണത്തിലെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, വെട്ടും കുത്തും അടിയും ബഹളവും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10:5 കർത്താവ് ന്യായപ്രമാണം തിരുത്തി പുതിയ നിയമ പ്രമാണം തമ്മിൽ സ്നേഹിക്കാനുള്ള പ്രമാണം തന്നത് എല്ലാവരും മറന്നുപോയില്ലേ? UK ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട് പുതിയ നിയമത്തിന്റെ പ്രസക്തി എന്താണെന്ന്. ഞാൻ ആ പ്രസംഗം കേട്ട് ഞെട്ടിപ്പോയി. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇട്ടുതരാം. ആർക്കെങ്കിലും ആ പ്രസംഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഈ മെസ്സേജ് കേട്ടിട്ട് എന്നെ വിളിക്കാൻ, ഞാൻ ഇട്ടുതരാം. നിങ്ങൾ കേൾക്കണോ അത്? കർത്താവ് ഒന്ന് സഭയെടുക്കാൻ നേരമായി. ഇനി കുറഞ്ഞ കാലമേ നമുക്കുള്ളൂ. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെടുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്. സ്തോത്രം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടി നിലനിൽക്കേണ്ടതിന് ഞങ്ങളൊരു നാഴിക പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ആർക്ക് വഴങ്ങിക്കൊടുത്തില്ല? പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിക്കാൻ വന്ന കള്ള സഹോദരന്മാര്, നുഴഞ്ഞു വന്നവര്, അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഇന്ന് പലരും വഴങ്ങിക്കൊടുക്കുന്നു. തെറ്റ് തിരുത്തണം നമ്മള്. ഹല്ലേലൂയ. പണത്തിനും പ്രശസ്തിക്കും കസേരയ്ക്കും വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നു. തെറ്റ്. ദൈവത്തിന്റെ ക്യാമറയിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ലോകത്തിന്റെ ക്യാമറ ആ ചില ആംഗിളിലൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ സ്വർഗം വെച്ചിരിക്കുന്ന ക്യാമറ എല്ലാ ആംഗിളിലും വർക്ക് ചെയ്യും. നീ ഇരുട്ടുമുടി കിടന്നാലും അത് നിന്നെ കണ്ടുകൊണ്ടിരിക്കും. നീ ഏത് അവസ്ഥയിൽ ആയിരുന്നാലും ദാവീദ് പറഞ്ഞു, എൻ്റെ നടപ്പും കിടപ്പും എല്ലാം നീ ശോധന ചെയ്യുന്നു, നീ അറിയാത്തൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ A to Z കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട പാസ്റ്റർമാര്, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രമാണം പ്രസംഗിച്ച് കർത്താവിൻ്റെ അവരുടെ ജനത്തെ ഒരുക്കുക, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും, അവർക്കും നഷ്ടം സംഭവിക്കും. മോശയുടെ പ്രമാണത്തിന് ഞാൻ എതിരല്ല, അത് സന്ദർഭോചിതമായി നമ്മൾ പ്രസംഗിക്കും. ന്യായപ്രമാണം ആർക്കാണെന്ന് 1 തിമോഥെയോസ് 1:8 തൊട്ട് ഒന്ന് വായിച്ചേ 1 തിമോഥെയോസ് 1:8 തൊട്ട്. പറയാനൊരു പ്രേരണ കിട്ടി, അതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. 1 തിമോഥെയോസ് നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നാരമോഷ്ടാക്കൾ, പോസ്റ്റ് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്ന. മതി, അത്രയും മതി. 8, 9, 10 വാക്യങ്ങൾ അല്ലേ? 1 തിമോഥെയോസ് 1:8, 9, 10 ന്യായപ്രമാണത്തെക്കുറിച്ച് ഇപ്പോൾ വായിച്ച് കേട്ടല്ലോ നമ്മൾ. ന്യായപ്രമാണം അവർക്കുള്ളതാ. കാരണം ആദാമ്യ പാപം നിമിത്തം പാപത്തിൽ കിടന്നവരാ, അവർ പാപത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അവര്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പാപമോചനം പ്രാപിച്ചവരാ. യഹൂദന്റെ യാത്രയ്ക്ക് മുൻപ് ഒരു ആട്ടുകുട്ടി എടുക്കണം, 4 ദിവസം സൂക്ഷിക്കണം. അത് 4000 വർഷം കാണിക്കുന്നത്. 4 ദിവസം സൂക്ഷിച്ച് അതിനെ രാത്രിയിൽ അറുക്കണം. അറുത്തിട്ട് എന്ത് ചെയ്യണം? കയ്പുചീരോടുകൂടി ഭക്ഷിക്കണം. അയൽവാസികളെ കൂടി വിളിക്കണം, ഒരുമിച്ച് ഭക്ഷിക്കണം. പുറപ്പാടിന് മുൻപ് ഒരു ആക്ഷരിക ആട്ടുകുട്ടിയെ അറുത്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടത്. അതുപോലെ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ആക്ഷരിക കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം കൊടുത്ത പ്രമാണം. എന്നാൽ നമ്മൾ ഈ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന്, അവർ ആക്ഷരിക മിസ്രയീമായിരുന്നെങ്കിൽ ഈ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് ആത്മീയ കനാനാകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ആട്ടുകുട്ടി അറുത്തുള്ള രക്തമല്ല, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിനെ അറുത്ത് ആ യേശുക്രിസ്തുവിന്റെ രക്തം മൂലമാണ് നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്, നമുക്ക് ആത്മരക്ഷ ലഭിച്ചത്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. വീണ്ടെടുത്തു, ദത്തെടുത്തു, തെരഞ്ഞെടുത്തു, പേർ ചൊല്ലി വിളിച്ചു. അത് യേശുക്രിസ്തുവിന്റെ രക്തം മൂലമാണ് ആ ഓഫർ നമുക്ക് കിട്ടിയത്. ഓഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചത്, ആ ചാൻസ് നമുക്ക് കിട്ടിയത്. ആക്ഷരിക കുഞ്ഞാടിനെ അടുത്ത് യാത്ര ചെയ്തു. അവർ മിസ്രയീമിൽ ഒടുങ്ങിയല്ല, 2 പേര് ഒഴുകി, എല്ലാം ചത്തു അലന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയം. ഇവിടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അവരെ പോലെ നാമം നശിച്ചു പോകുമെന്ന് മുന്നറിയിപ്പ് തരുന്ന ഒരു ലേഖനമാണ് എബ്രായലേഖനം 3-ാം അധ്യായം. അതാർക്കും വേണ്ട. ഇതൊക്കെ പഠിച്ചാൽ നന്നായി പോവുമല്ലോ, സ്വർഗത്ത് പോവുമല്ലോ. സാത്താൻ സമ്മതിക്കത്തില്ല അതിനെ. മനസ്സിലാക്കിക്കോ. മോശയും യേശുവും തമ്മിൽ കമ്പയർ സ്റ്റഡി നടത്തിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പാസ്റ്റർ അദ്ദേഹം മോശയും കൊണ്ടങ്ങ് പോയി, ഞാങ്ങടെ തൊട്ടി പോയി, കൊട്ടാരത്തിൽ പോയി, പിന്നെ മോശയെ നടത്താൻ മരുഭൂമിയിലെ ജനത്തിൻ്റെ അടുക്ക പോയി. അങ്ങനെ നടത്തി അവസാനം പുള്ളി പറഞ്ഞ മോശ എന്ത് ചെയ്തു? സെൻട്രൽ പാസ്റ്റർ മോശയെ വഴി വെച്ച് പാസ്റ്റർ തടഞ്ഞു. മുകളിലിരിക്കുന്ന ഏറ്റവും വലിയ പാസ്റ്റർ, സ്വർഗത്തിലെ ദൈവം തടഞ്ഞു. കാരണം നീ അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് നീ ഇനി അങ്ങോട്ട് പോകണ്ട, നിനക്ക് പകരം യോശുവയെ തിരഞ്ഞെടുക്കുക. യോശുവ ഇടയ്ക്ക് ഒരു സഹോദരൻ്റെ മോന് പേരിടൽ വന്നു. ആദമെന്ന് പേരിടൽ വന്ന അമ്മയും വചന വെളിപ്പാട് ലഭിക്കാത്തൊരു പാസ്റ്ററും പറയും. പുള്ളി അത് പറഞ്ഞു തിരുത്തണ്ടേ? പുള്ളിക്ക് അത് ഒട്ടും ബോധമില്ലാതായിപ്പോയി. വിശ്വാസികളെക്കാളും ബോധമില്ലാത്ത പാസ്റ്റർമാരുണ്ട്. അവർ ഓർത്ത് കരയാന്നല്ലാതെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞ ആദാം തോറ്റവനാ, ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടവനാ. ആ പേര് മാറ്റി യോശുവ എന്ന പേരിട്. ബാക്കി കൂടുതൽ വിശദീകരണമൊന്നും ഞാൻ അതിൽ പറയുന്നില്ല, കാരണം ആ സഹോദരൻ ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ വെളിപ്പാട് പാസ്റ്റർമാർക്ക് ഇന്നില്ലെന്നുള്ളതാണ്. പിന്നെ എങ്ങനെ അവർ ജനത്തെ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കണ്ടല്ലോ എന്ന് ആളെ കൂട്ടി കാശുണ്ടാക്കിയാൽ മതിയല്ലോ. അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. നിങ്ങളുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? ഞങ്ങളുടെ കൂട്ടത്തിൽ 1000 പേരുണ്ട്. ഞങ്ങൾക്കോ 2000 പേരുണ്ട്. ഓ, എക്സലൻറ്റ് എക്സലൻറ്റ്. നരകത്തിലേക്കാ. എക്സലൻറ്റ്.
35 ലക്ഷം പുറപ്പെട്ടു വന്നതിൽ വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ച 2 പേരേ ഉള്ളൂ എന്നൊന്ന് ഓർത്താ നന്ന്. അതുപോലെ കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. എൻ്റെ ചിന്ത 1, 2, 3, 1.5 നൂറ്റാണ്ട് വരെ ദൈവസഭ ഉപദേശിച്ച് നിന്നു. അന്ന് മരിച്ചവരൊക്കെ സ്വർഗത്തിൽ പോയി. പിന്നെയും ഇങ്ങോട്ട് മരിക്കുന്നവർ എത്ര പോയി എനിക്ക് ഒരു പിടിയില്ല. പ്രൊമോട്ടഡ് ഹെവൻ, നിത്യതയിൽ, ബയൂലദേശത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചും പാട്ടുപാടിയൊക്കെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുക ആൾക്കാരെ. ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ അബദ്ധമാണ്, ഇതൊക്കെ വിഡ്ഢിത്തമാണ്, ഇതൊക്കെ വചനവിരുദ്ധമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ വ്യക്തിയെ കൊയ്തെടുക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉറവിൽ പോകാൻ തക്കവണ്ണം, മരിച്ചുപോയാൽ നിത്യത കാണണം, ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിക്കണം, മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പ് ലഭിക്കണം, ജീവനോടിരുന്നാൽ രൂപാന്തരം കിട്ടണം. ഇത് 2 നിലയിലേക്ക് വേണ്ടി വിശ്വാസികളെ വളർത്തുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? നമ്മുടെ സ്വത്രാഴ്ച പാത്രമൊക്കെ അങ്ങ് നിറയും. നിറഞ്ഞ് എസ്റ്റേറ്റുകളും 1 കോടിയുടെ കാറും പിന്നെ വേണ്ട വലിയ വലിയ മണിമന്ദിരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും. അവസാനം എല്ലാം കൂടി കൂട്ട നരകത്തിലോട്ട്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിത് കണ്ട് വിറങ്ങലിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഒരു ചെറിയ ശേഷിപ്പേ നിത്യതയിലേക്ക് പോകാനുള്ളൂ സഹോദരങ്ങളെ. നിങ്ങളെ ശ്രദ്ധിക്കേ. മോശയും യേശുവിനെയും കൂടി എടുത്ത് പ്രസംഗിച്ചിട്ട് ഒരു പാസ്റ്റർ മോശയെ കൊണ്ടങ്ങ് പോയി. മോശ പോയതുപോലെ പുള്ളിയും പോയെന്നാണ് ഞാനും വിചാരിക്കുന്നത്. മോശയ്ക്ക് പിന്നെ ദൈവം ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോശ വരും. ഈ പുള്ളിയുടെ കാര്യം കൊണ്ട് പോയത് ഒരു പിടിയില്ല. എന്നിട്ട് അവസാനം അവിടെ ഒരു 6-ാം വാക്യം വായിക്കാം. 3:6. അവൻ്റെ ഭവനത്തിൽ 5 വായിക്കാം. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പൊ മോശ വിശ്വസ്തനായിരുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിശ്വസ്തോടെ ജനത്തിന് കൊടുത്തു. അതാ പറയുന്നത്. എന്നാൽ യേശുവോ അവന്റെ ഭവനത്തിന് അധികാരി, ദൈവസഭയുടെ ഭവനത്തിന്റെ പണിക്കാരൻ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതാലേ കാര്യം നടക്കത്തുള്ളൂ. അതാ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ, പെട്ടെന്ന് പടേന്ന് വായിച്ചേ. ഞാൻ ഈ പറയുന്ന വേദഭാഗങ്ങളൊക്കെ എനിക്ക് കാണാൻ പാടാമാണ്. കാരണം എപ്പോഴും എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് തോന്നണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം വിട്ടിരിക്കുന്നു. മതി. ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടുത്ത വായിക്കൂടെ. മറ്റൊരുത്തനും മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തർ നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ക്രിസ്തുവിന്റെ ഉപദേശത്തിലല്ലാതെ സഭ പണി നടക്കില്ല. പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും ഡോക്ടറാണെങ്കിലും റവറൻ്റ് ആണെങ്കിലും പിന്നെ മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും, തന്ത്രിമാർ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. അവർ കേൾക്കുന്നെങ്കിൽ അവരും കേട്ടോട്ടെ. MLA രക്ഷിക്കപ്പെടുന്നുണ്ട്, മന്ത്രിമാർ രക്ഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങളൊക്കെ ഓരോ തസ്തികയിൽ രക്ഷിക്കപ്പെട്ടു വന്നാൽ അവിടെ നിന്ന് വചനം പഠിച്ച് സ്വർഗത്ത് പോകാൻ നോക്കിക്കോ. മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ നിങ്ങളും അവരും ഒരുപോലെ പോക്കാം. ഹല്ലേലൂയ. ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, ക്രിസ്തു ആകുന്ന മൂലക്കല്ല്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ അടിസ്ഥാന കല്ലിന്മേലല്ലാതെ പണി നടക്കത്തില്ല. ആ അടിസ്ഥാന കല്ലിന്മേൽ മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്ന് 5 കാര്യങ്ങൾ കൊണ്ട് പണി നടക്കില്ല. പിന്നെ ഏത് കല്ലുകൊണ്ട് നടക്കുള്ളൂ? യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച വിലയേറിയ കല്ല്. അത് പത്രോസാ പറയുന്നത്. അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. ഞാൻ ഇതിനു മുമ്പ് വളരെ വ്യക്തമായിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ താല്പര്യപ്പെടുന്നില്ല. യേശുവിന്റെ അടുക്കൽ വന്ന് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്തൃത്വം ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മാ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ആത്മനിറവിൽ ജീവിക്കുകയും പിന്നെ സ്തോത്രം ആ ആത്മീയമായ ബന്ധത്തിൽ മുമ്പോട്ട് പോയി ചെയ്യുന്നവർക്ക് മാത്രമേ നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ ഈ പത്യവചനം, പത്യോപദേശം അനുസരിക്കണം. നമ്മൾ ഇസ്രായേൽ മക്കൾ അനുസരിച്ചില്ല.
സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ താൻ പറയുന്നുണ്ട്, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളും ന്യായപ്രമാണം കിട്ടിയെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നില്ല. അവർക്ക് കിട്ടിയ പ്രമാണം അവർ അനുസരിക്കണമായിരുന്നു, നമുക്ക് കിട്ടിയ പ്രമാണം നമ്മൾ അനുസരിക്കണം. ഇത് മറന്നു പോകരുത്. ഇത് രണ്ടും കൂടി ഇട്ട് കൂട്ടിക്കലർത്തി എങ്ങുമില്ലാത്ത അവസ്ഥയിൽ വിശ്വാസികളെ ആക്കരുത്. പ്രിയമുള്ളവർ, എൻ്റെ പ്രസംഗം ശുശ്രൂഷന്മാർക്ക് വേണ്ടിയാണെന്ന് പലരും പറയാറുണ്ടായിരിക്കാം. വിശ്വാസികളായി നിങ്ങൾക്കും കേട്ടുപിടിക്കാം, കുഴപ്പമില്ല. തെറ്റിദ്ധരുത്തി തന്നെ ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതെല്ലാം 100% പക്കയാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ ചിലപ്പോൾ പറ്റിപ്പോകാം. അത് വചനത്തിലൂടെ ശാന്തമായി തിരുത്തിയാൽ കുഴപ്പമില്ല. പരിഹസിക്കരുത്, പരിഹസിച്ച് ചിരിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു മണ്ണാങ്കട്ട അറിവിടാത്തൊരു പാസ്റ്റർ വെറുതെ പരിഹസിച്ച് ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, സ്റ്റോപ്പ്, നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ചീത്തയൊന്നും പറഞ്ഞില്ല, വഴക്കൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരു സഹോദരൻ തന്നെയാണ്, പക്ഷെ അനുസരണം കെട്ട സഹോദരനായിട്ടാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ പഠിപ്പിക്കാൻ പറ്റിയൊന്നും വരില്ല, എല്ലാ വാക്യങ്ങളും വായിച്ച് നമുക്ക് പ്രസംഗിച്ച് അതിൻ്റെ ഗ്രഹിപ്പിക്കാൻ പറ്റിയൊന്നും വരില്ല. ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ, ഭാഗങ്ങൾ എടുത്ത് നമ്മൾ പ്രസംഗിക്കും, അത് ജനത്തിന് അനുഗ്രഹമാകും. മറ്റു വാക്യം വേറൊരു സമയത്ത് പ്രസംഗിച്ചെന്ന് വരും, അല്ലെങ്കിൽ വേറെ ദൈവദാസന്മാരുണ്ടല്ലോ ഇഷ്ടം പോലെ, പ്രസംഗിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൊടുത്ത് അതിൻ്റെ തനിമയിൽ പ്രസംഗിക്കേ, വെറുതെ ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കാതെ, ആളെ കൂട്ടി കാശുണ്ടാക്കാതെ. ഹല്ലേലൂയ. എറണാകുളം പട്ടണത്തിലുണ്ടായിരുന്നു ഒരു പക്ക ദുരുപദേശി. 500 പേരെങ്ങാണ്ടും കൂടും. അവരോട് പറഞ്ഞ പുള്ളി 500 രൂപ ചിട്ടോണം, ഇല്ലെങ്കിലോ ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. 500 രൂപ ചിട്ടോ പുള്ളിക്ക് 2.5 ലക്ഷം രൂപ കിട്ടത്തില്ലേ? ഒരു മാസം പുള്ളിക്ക് 10 ലക്ഷം ആയില്ലേ? എവിടെയുള്ള 10 ലക്ഷം? പ്രധാനമന്ത്രിക്കില്ലല്ലോ 10 ലക്ഷം. രാഷ്ട്രീയക്കാർ വക്രിച്ചുണ്ടാക്കുന്നുണ്ട്, ജോലി മേടിച്ചു കൊടുത്തും അത് മേടിച്ചു കൊടുത്തുമൊക്കെ 10 കോടികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവർ. ഇന്ന് ഭരണം നടത്തുന്നവരും ഇനി ഭരണം നടത്താൻ പോകുന്നവരും എല്ലാം കാലവച്ചം പറഞ്ഞ പോലെ, ഒന്ന് പിശാചാണെങ്കിൽ, ഒന്ന് ഭൂതം, ഒന്ന് ചെകുത്താൻ. കറക്റ്റ്, 3 പാർട്ടി 3 തന്നെ. ഇച്ചിരി നേരം നിറയോടുകൂടി 2020 ഭരിക്കാൻ വന്നു, അവരെ മുച്ചുടിച്ച് മാറ്റി വിടുന്നു, അവരെ കുട്ടിച്ചോറാക്കിയവരെല്ലാം കൂടി. ഈ മരിച്ചുപോയ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ ആരായിരുന്നു? 2020 വക്താവായിരുന്നു. 2020 ആശയങ്ങൾക്കെതിരെ നിന്നവരെ നാഗശികാന്തം എതിർത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ അച്ഛൻ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ മടിയില്ലാത്തവനാണ്. അത് പൊളിറ്റിക്സിലാണെങ്കിലും എല്ലായിടത്തും അങ്ങനെയുള്ളവരുണ്ട്, പക്ഷെ അവർ വിരളമാണെന്നേ ഉള്ളൂ. അവരെ എല്ലാം കൂടി ചവിട്ടി കൂട്ടും, അതാ ഇപ്പം നടക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെ. പത്യവചനം പത്യോപദേശം പറയുന്നവനെ ചവിട്ടി കൂട്ടും, ചപ്പും ചവറും പറയുന്നവനെ ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെ കൊണ്ടു കിടക്കുക അവർ. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കണേ. മോശേനെയും യേശുവിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിപ്പിച്ച് പൗലോസ് പഠിപ്പിച്ചത് ഇതാണ്. ആരാണ് അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത്? അരുളി ചെയ്യുവാനിരുന്ന ഭൃത്യന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ട് അത്രേ ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പൊ ദൈവഭവനം പണിയുന്നത് പുത്രനാണ്. പുത്രനാണ് ആ ഉപദേശം നമുക്ക് തരുന്നത്. ദൈവസഭയുടെ പണിക്കുള്ള ഉപദേശം കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിട്ട് പോയത്. സഭ പണിയാനുള്ള ഉപദേശമാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. അതാരും ഇന്ന് പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ ദൈവദിനം പഠിപ്പിച്ച ദേവദാസൻ 94കാരൻ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഒരു വാക്യം വായിക്കുക, വല്ലതൊക്കെ വിളിച്ച് പറയുക, അതിൽ പ്രസംഗം ഒന്ന് പേര് വിടുക, എൻ്റെ പ്രസംഗത്തിന് ഇത്ര രൂപ തരണമെന്ന് റേറ്റ് വിടുക. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഞങ്ങളെ ഒന്നും ആരും വിളിക്കത്തില്ലപ്പാ, ആരും വിളിക്കണമെന്ന് നിർബന്ധമില്ലപ്പാ. ഇതേ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കേൾക്കുന്നവർ കേൾക്കാം. പക്ഷെ നിത്യജീവന്റെ വഴിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉറപ്പാ. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിൽ മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുന്നതിന് സാക്ഷ്യം പറയുന്ന വിശ്വസ്തൻ. യേശുവോ ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായിട്ടുള്ള പുത്രൻ. കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കുന്നവന്. ഗിരിപ്രഭാഷണം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവസാനമായിട്ട് പറയുന്ന ഒരു ഭാഗം മത്തായി എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വളരെ മനോഹരമാണ്. നമ്മളീ പഠിക്കുന്നതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ
പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരെ ഉപദേശിച്ചത്. അധികാരത്തോടെ ഉപദേശിച്ചത്. ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയുന്ന പോലെയല്ല. അവരൊക്കെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുകയും ചവക്കല്ലറയ്ക്ക് പെയിന്റ് അടിക്കുകയും ചെയ്യുന്നവരാ. അവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ല. യേശു ആധികാരികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. യേശു നമുക്കൊരു മാതൃകാ പുരുഷനാണ്. യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നു. അവൻ ഉപദേശം നമുക്ക് അപ്പോസ്തലന്മാരുടെ നമുക്ക് തന്നു. നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനതതി, അതിനെയാണ് ഞാൻ ആദ്യം അപ്പോസ്തലന്മാർ എന്ന് ഞങ്ങൾ പറയുന്നത്. ആ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു, അവരത് തന്നു ആ പ്രമാണം. അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. വല്ലയിടത്തും വല്ലവരും പറയുന്നതല്ല. ആ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നല്ലാത്ത പ്രസംഗങ്ങൾക്ക് ഞാൻ മാർക്കിടില്ല, ഞാൻ കേൾക്കത്തില്ല. എനിക്ക് അവരോട് വഴക്കുമ്പോഴൊക്കെ ഒന്നുമില്ല. ദുരുപദേശമാണെങ്കിൽ അത് ദുരുപദേശമാണെന്ന് പറയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ അധികാരിയായ പുത്രനാണ് യേശു ക്രിസ്തു. ഭവനം പണിയുന്നത് ദൈവസഭ, ദൈവഭവനം പണിയുന്നത് സ്തോത്രം ആരാ? യേശു ക്രിസ്തുവാ. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് പണി. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നാണ് പണി. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് അതിർ വിട്ടു പോയാൽ തീർന്നു, പണി പാളി. ഹല്ലേലൂയ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ